സാറേ, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ് അല്ലു അർജുൻ. അല്ലു അർജുന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് റിലീസിനിടെ തിരക്കുണ്ടായിരുന്നില്ല. ആ തിരക്കിൽപ്പെട്ട് ഒരു യുവതി മരിച്ചു. ആ മരണവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെലങ്കാന പോലീസ് ആണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അത് രാഷ്ട്രീയ വിഷയമായി മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്താണ് അതിനുള്ള കാരണം? എന്താണ്? അതൊരു കലാപരമായ വിഷയമായിരുന്നു. പക്ഷേ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തതോടുകൂടി രാഷ്ട്രീയ വിഷയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ അല്ലു അർജുന് സെലിബ്രിറ്റി ആയി തീരുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ? ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അതിന് തിരക്ക് കൂട്ടുന്നു. അയാൾ എന്ത് തെറ്റാണ് അതിൽ ചെയ്തത്? അദ്ദേഹം എന്ത് രാജ്യദ്രോഹ കുറ്റം വല്ലതും ചെയ്തിട്ടുണ്ട്? അധോലോക നായകനാണ്. കലാപരമായ സൃഷ്ടി പുഷ്പ 2 അല്ലേ? പുഷ്പ 2 അതിന് കോടിക്കണക്കിന് രൂപ അതിൻ്റെ റിലീസ് ദിവസം തന്നെ വരുമാനം കിട്ടി. അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ അത്? അദാനിക്ക് കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകമെമ്പാടും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്. ഇതൊക്കെ വലിയ കുറ്റമായിട്ടാണ് കോൺഗ്രസ് പൊതുവെ കാണുന്നത് തോന്നുന്നു. അതാണ് അദാനിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ സമയം ഏതാണ്ട് ഒരാഴ്ചയോളം കാലം അവർ വെറുതെ കളഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ട്, ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം. സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക. ഈ ആളുകൾ തടിച്ചുകൂടേണ്ടത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്. അതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ വിഷയമല്ലേ? ഇത്രയും പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു നടൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ ഇത്രയധികം ബഹളം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് നൽകേണ്ടത് ആരാണ്? അല്ലു അർജുന്. അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗമാണ്. എൻ്റെ ഇൻ്റലിജൻസ് ഇല്ലേ ഇവിടെ? രേവന്ത് റെഡ്ഡിയുടെ രേവന്ത് റെഡ്ഡിയെ പണ്ട് സമാനമായ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനാലാണ്, ആ വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഈ അവിടുത്തെ സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന രീതിയിലേക്ക് ജനകീയനായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുറകിൽ അങ്ങനെ ഒരു അനുഭവമുള്ള വ്യക്തി തന്നെ എന്ത് മണ്ടത്തരമാണ് ഇത് കാണിച്ചിരിക്കുന്നത്? തന്നോട് കാണിച്ചത് അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ തെറ്റിപ്പോൾ അദ്ദേഹം ചെയ്യുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും അല്ലു അർജുൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം പോപ്പുലറായി കഴിഞ്ഞാൽ രേവന്ത് റെഡ്ഡിയുടെ കസേരയ്ക്ക് ഭീഷണിയാണ്. അവിടുത്തെ ഒരു ഈ തെക്കൻ സൗത്ത്, കട്ടിങ് ദ സൗത്ത് എന്ന് അവർ പറയും. നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ സൗത്തിലെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരുടെ പോപ്പുലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വടക്കേ ഇന്ത്യയിൽ എവിടെയും അതില്ല, ആരും അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോൾ യുക്രൈനിലുണ്ട് ഒരു സിനിമാ നടനാണ്. അദ്ദേഹം സിനിമാ നടനായിട്ടുള്ള ആളാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത്. യുക്രൈൻ്റെ പ്രസിഡന്റ്, സെലിബ്രിറ്റി ആയിരുന്നു, തമാശക്കാരനാണ്. ഈ രേവന്ത് റെഡ്ഡി വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് കുലുക്കം ഉണ്ടാക്കും. കാരണം ഇത്രയും പോപ്പുലറായിട്ടൊരാൾ അവിടെ നേരത്തെ NT രാമാറാവു ഇതുപോലെ നല്ല പോപ്പുലറായിരുന്നു. കോടിക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ട് ഇപ്പോഴും ഉള്ളത്. കുടുംബം തന്നെ സിനിമയിലേക്ക് വന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി വാണു. NT രാമാറാവ്, NTR ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് തെലുഗു ദേശം. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ അല്ലു അർജുൻ എന്ന് പറയുന്ന ആൾ വളരെ പോപ്പുലറാണ്. ഈ തമിഴ്നാട്ടിലെ പോലെ തന്നെ താരാരാധന വളരെയുള്ള ഒരു സംസ്ഥാനമാണ് ഈ ആന്ധ്രാപ്രദേശ് മുഴുവൻ. ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തെലങ്കാനയും ഉൾപ്പെടും, അതിൽ ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടും. അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മുൻപ് ആ തെലങ്കാന രൂപീകരിച്ചതിന് ശേഷം TRS ആയിരുന്നു അവിടെ ഭരണം നടത്തിയത്. പിന്നീട് TRS ചന്ദ്രശേഖർ റാവുല് അദ്ദേഹത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിന് വന്നതിന് ശേഷം അവിടെ പ്രതിപക്ഷമായി വളരാൻ BJP ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്കും കോൺഗ്രസിന് സമാനമായ 8 സീറ്റ് വീതം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുതലാക്കാനുള്ള ശ്രമം, ഈ അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വിവാദം മുതലാക്കാനുള്ള ശ്രമം BJP നടത്തുന്നതായി തോന്നുന്നുണ്ടോ? കാരണം BJPയുടെ അവിടുത്തെ പ്രമുഖ നേതാവായ രാജ് സിംഗിന്റെ ഭാഗത്തു നിന്നും ഒരു വിമർശനമുണ്ടായിരുന്നു ഈ അറസ്റ്റിനെതിരെ. അദ്ദേഹം ഒരു പോപ്പുലർ നടനാണ്, അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമോ? ഇത് രാഷ്ട്രീയ വിഷയമായി നിലവിൽ മാറുകയാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ന്യായമായ ഒരു കാര്യം, ഒരു പൊളിറ്റീഷ്യൻ ഇടപെടേണ്ട ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. രാഷ്ട്രീയ മുതലെടുപ്പല്ലത്, ഇത് അന്യായമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ആൾ കൂടി എന്നൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക. എങ്കിൽ ഞാനൊന്ന് ചോദിക്കോട്ടെ, സൽമാൻ ഖാൻ അദ്ദേഹം വെളുപ്പാങ്കാലത്ത് മദ്യപിച്ച് മതോന്മത്തനായിക്കൊണ്ട് മുംബൈയിലെ തെരുവീതികൾ, അറിയാമല്ലോ മുംബൈയിലെ തെരുവീതികൾ, ഇത്ര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി
വണ്ടി ഓടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർ അവരുടെ വീട് വാടകയ്ക്ക് വലിയ തുകയാകും. അതിന് പണമില്ലാതെ പൈപ്പുകളിൽ ഉറങ്ങുന്ന ആൾക്കാരെക്കുറിച്ചും ധാരാവി എന്ന സ്ഥലത്തെക്കുറിച്ചും നമുക്ക് അറിയാമല്ലോ, ഇന്ത്യക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ സ്ഥലത്തുകൂടി വണ്ടി ഓടിച്ച് റോഡരികിൽ പാവങ്ങൾ ഉറങ്ങാൻ കിടന്നത്. കാരണം ഒരു വീട് വാങ്ങാനോ വാടകയ്ക്കെടുക്കാനോ പണമില്ലാത്ത പാവങ്ങൾ കിടന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിച്ച് 5 പേരെയാണ് അദ്ദേഹത്തിൻ്റെ കാറിനടിയിൽ ടയറിൽ ചവിട്ടി അരച്ചല്ല അവരെ കൊന്നത്, നിഷ്ഠുരമായിട്ട് കൊന്നത്, ചതഞ്ഞരിഞ്ഞ് മരിച്ചത്. എന്നിട്ട് എന്തെങ്കിലും നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ കൃഷ്ണമൃഗത്തിനെ വേട്ടയാടി. കൃഷ്ണമൃഗം എന്ന് പറയുന്നാൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. അതിൻ്റെ മൃഗയാ വിനോദം, അതിനെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ, ഇറ്റ് ഈസ് ഫേസിങ് എക്സ്റ്റിങ്ഷൻ. അങ്ങനെയുള്ള ഒരു മൃഗത്തിനെ വേട്ടയാടി അതിൻ്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ നടപടിയെടുത്തത്? അദ്ദേഹം ഇപ്പോഴും സുഖമായിട്ട് വാഴുന്നില്ലേ? ആ ഇറച്ചിക്കൊതി കൊണ്ട് നിയമം ലംഘിച്ച് അദ്ദേഹം ചെയ്തു. ഇവിടെ എന്ത് നിയമമാണ് ഇദ്ദേഹം ലംഘിച്ചത്? പറയും. ഇന്ത്യൻ നീതി ന്യായ സംഹിതയുണ്ടല്ലോ, അതിലെ ഏത് വകുപ്പാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്? ഒരു സിനിമ കാണാൻ പോകാൻ ഇന്ത്യയിലെ ഒരു സംഘാടകരെ അറസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ? സംഘാടകരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സംഘാടകരെ ഇത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം പോലെ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി യോഗം പോലെ പൊതുസ്ഥലത്ത് വെച്ച് നടത്തിയതല്ല, സിനിമാ തിയേറ്ററിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ കൂടിയല്ല, അവർക്ക് പോലീസിൻ്റെ ശക്തിയുണ്ടോ? നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി മാറ്റാനുള്ള അവകാശമുണ്ടോ? പിന്നെ ആർക്കായതുള്ളത്? പോലീസിനാണ്. അപ്പോൾ ഇതൊരു ക്രമസമാധാന പ്രശ്നമാണ്. ആ ക്രമസമാധാന പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിക്ക് തന്നെ ഉള്ളതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അതിലേൽക്കുന്ന പഴി ഒഴിവാക്കാനും വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ഗൂഢതന്ത്രം. വളരെ ചാണക്യനാണ് അദ്ദേഹം, രാഷ്ട്രീയ ചാണക്യൻ, തന്ത്രജ്ഞൻ. അപ്പോൾ ഈ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോകും. പിന്നെ അത് അങ്ങോട്ടങ്ങ് വർക്ക് ചെയ്തോളും. ആൾ ഇന്ത്യ രാഷ്ട്രീയമായിട്ട് വർക്ക് ചെയ്യും. ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അല്ലു അർജുനെ BJP സ്വീകരിക്കുകയാണെങ്കിൽ, അതിന് അദ്ദേഹം തയ്യാറാണെങ്കിൽ BJPയുടെ വലിയൊരു ഭാഗ്യമാണ്. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നത് പണ്ട് കരുണാനിധിയെ എങ്ങനെ നമ്മുടെ MG രാമചന്ദ്രൻ പുറത്താക്കിയോ അതുപോലെ ഈസി ആയിട്ട് പുറത്താക്കി മഹാഭൂരിപക്ഷത്തോടുകൂടി ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ച് BJPക്ക് അവിടെ ഒരു അസ്ഥിവാരം അദ്ദേഹം ഉറപ്പിക്കും. ഇപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലു അർജുൻ്റെ ഒരു പിന്തുണ കൂടി വന്നാൽ, പരോക്ഷമായിട്ടായാലും മതി, അദ്ദേഹം മുഖ്യമന്ത്രിയാവണ്ട, ഒരു പിന്തുണ അറിയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് അവിടെ രാഷ്ട്രീയത്തിലാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് എല്ലാ കാലത്തും ഈ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഉടനീളം ഈ തകർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ സർ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് തെറ്റായ തീരുമാനം. ഇപ്പോൾ ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ടുള്ള തീരുമാനം, മതേതരത്വം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ എഴുതി ചേർത്ത ആരാ? ഭരണഘടനയെ തിരുത്താൻ നിങ്ങളെക്കാൾ വിവരമുള്ളവരല്ലേ ഈ ഭരണഘടന തയ്യാറാക്കിയത്? മതേതരത്വം, സോഷ്യലിസം, അത് ഇതുപോലായിരുന്നു. ഡൈവേർട്ട് ചെയ്യാൻ, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, ഞാൻ വലിയ ഇടതുപക്ഷക്കാരിയാണേന്ന് അറിയിക്കാൻ ഇന്ദിരാഗാന്ധി ചെയ്ത സൂത്രം, അവരുടെ അൺപോപ്പുലാരിറ്റി മാറ്റാൻ ഞാൻ യാഥാസ്ഥിതികർക്ക് എതിരെയാണെന്ന് നോക്ക് വരുത്തി. ഭരണഘടനയെ ഏറ്റവും അധികം അട്ടിമറിച്ചത് ഈ ഇന്ദിരാഗാന്ധിയാണ്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി ചെറിയ പോക്കറ്റിൽ അതെ ഭരണഘടനയും കൊണ്ട്. വേറൊരു വിഷയമാണെങ്കിലും പറയാം, 106 ഭേദഗതികളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വന്നിട്ടുള്ളത്. അതിൽ 86 എഴുതി ചേർത്തത് കോൺഗ്രസ് ആണ്. ഈ ഭരണഘടനയുടെ പാവനത ഇങ്ങനെയാണോ നിങ്ങൾ രക്ഷിക്കുന്നത്? എന്നിട്ട് പോട്ടെ, ഭരണഘടനയുടെ 370-ാം വകുപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്ന അപൂർവ അവസരങ്ങളിൽ മാത്രം, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട വകുപ്പ് അവരെത്ര തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് 56 തവണ അവരത് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിഷ്കരണം പിരിച്ചുവിട്ടിട്ടുണ്ട്. BJP ഗവൺമെൻറ്റോ ഇത്ര കാലം ഭരിച്ചിട്ടുള്ള ഒറ്റ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് പറയുന്ന ഭരണഘടന അട്ടിമറിച്ചു എന്ന്? അട്ടിമറിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഭരണഘടനയെ അപമാനിക്കുന്ന ഒരു രീതിയല്ലേ ഇത്? ഈ ഭരണഘടനയെ ചെറിയ കോപ്പിയും പിടിച്ച് ഇങ്ങനെ റോഡെ നടന്നു പോവുകയാണ്. അതെ 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 അതെ, തീർച്ചയായിട്ടും അതല്ലേ കാണിക്കുന്ന. ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ വേദപുസ്തകം പോലെ അല്ലെങ്കിൽ ബൈബിൾ പോലെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ തെരുവിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അത് വായിക്കാതെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ മാനസിക രോഗിയെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അതെ, അങ്ങനെ കാണിക്കുമ്പോൾ ആ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെ, BJP കാരനാണല്ലോ അദ്ദേഹം, കേന്ദ്രമന്ത്രിയുമായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ,
ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ അത് തയ്യാറാക്കിയ ആൾക്കാരുടെ ആത്മാവാണ് വേദനിക്കുന്നത്. നിങ്ങൾ എന്താ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാത്തത്? നെഹ്റു എഴുതിയാണ്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ട്, ഇതിനോട് ഭരണഘടനയോട് ബഹുമാനമില്ലെന്നുള്ളതാണ് ഇതിൻ്റെ കോപ്പികൾ നാട് നീളെ എടുത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന EVM-നെ നിങ്ങൾ ആക്ഷേപിക്കരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിക്കരുത്, ജുഡീഷ്യറിയെ ആക്ഷേപിക്കരുത്, പാർലമെന്റ് തടസ്സപ്പെടുത്തരുത്. ഇത് വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതാണ് ഭരണഘടന നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതാണ് നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കപട നാടകം. ഹിന്ദു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് കാണിക്കുന്നു. ഹിന്ദു വിരോധമാണ് നിങ്ങളുടെ മുഖമുദ്ര. എന്നിട്ട് ഹിന്ദു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതായിട്ട് അഭിനയിച്ചു കാണിക്കുന്ന കപട നാടകമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ കൂറും നിങ്ങളുടെ മനസ്സും എല്ലാം തന്നെ മുസ്ലിം വോട്ട് ബാങ്കിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് വെച്ച് പുലർത്തുന്നത്. ഒരു സംശയമില്ല, നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല. എന്നോടൊരു മുസ്ലിം പറഞ്ഞതാണ്, BJPയെ വിശ്വസിക്കാം. എന്തുകൊണ്ട്? ഉള്ളതുപോലെ പറയുന്നു. കോൺഗ്രസ് കപട നാടകം, തങ്ങൾക്ക് ഹിന്ദുക്കളോട് സ്നേഹമുണ്ടെന്നുള്ള കപട നാടകം, ഭരണഘടനയോട് സ്നേഹമുണ്ടെന്നുള്ള കപട നാടകം. അല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കുടുംബത്തെ തീറ്റിപ്പോറ്റുക. ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള അതാണോ ജനാധിപത്യം? ജനാധിപത്യ വിരുദ്ധരുമാണ് നിങ്ങൾ. കുടുംബാധിപത്യത്തിന്റെ ആൾക്കാരാണ്. കുടുംബാധിപത്യവും ജനാധിപത്യവും രണ്ട് വഴിക്ക് പോകുന്ന വിരുദ്ധ ശക്തികളാണ്. രാജാധിപത്യത്തിന്റെ പിന്തുടർച്ചയാണ് ഈ കുടുംബാധിപത്യം. അങ്ങനെ നോക്കുമ്പോൾ CPM-നെ സമ്മതിക്കണം. അവരുടെ സമ്മേളന കാലത്തിലാണ് ഓരോ സമ്മേളനങ്ങളിൽ തങ്ങളുടെ പുതിയ നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണെങ്കിൽ ഒരു പാർട്ടി മാത്രം, ഒരു ജനാധിപത്യം, കുടുംബം മാത്രമായി ചുരുങ്ങിയിരിക്കും. അവർ ജനാധിപത്യത്തിലോ ഭരണഘടനയിലോ വിശ്വസിക്കാത്ത ഒരു പാർട്ടിയാണ്. എന്നിട്ടും അവിടെ ജനാധിപത്യവും മര്യാദയും കാണിക്കുന്നു. അവർ ഈ കപടനാടകം കളിക്കുന്നില്ല. ഹിന്ദുക്കളെ എതിർപ്പാണെന്ന് പറഞ്ഞ് എതിർപ്പായിട്ട് തന്നെ പറയുന്നു. കേരളത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് അഭിനയം പ്രതീക്ഷയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.